കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാം അധ്യായമായ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ആ ചാപ്റ്ററിനകത്ത് ഗ്രൂപ്പിംഗ് ആൻഡ് കോഡിഫിക്കേഷൻ എന്ന ഒരു ഭാഗമാണ്. ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ അടിസ്ഥാനമാക്കി അക്കൗണ്ടുകളെ പല ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഈ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന ഇക്വേഷൻ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ബിസിനസ്സിനകത്ത് ഉണ്ടാകുന്ന ലാഭം അത് ഓണേഴ്സിന് അവകാശപ്പെട്ടാണ്. അത് ക്യാപിറ്റലിൻ്റെ കൂടെയാണ് നമ്മൾ സാധാരണയായിട്ട് ആഡ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഈ ഇക്വേഷനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കാം. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് റവന്യൂ മൈനസ് എക്സ്പെൻസ്. അപ്പോൾ റവന്യൂ മൈനസ് എക്സ്പെൻസ് ഈക്വൽ ടു പ്രോഫിറ്റ്. സോ പ്രോഫിറ്റ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ. If it is loss, it is deducted from capital. Therefore, total accounts in a business can be classified into or categorized into 5 groups. They are assets, liabilities, capital, revenue and expenses. അപ്പോൾ നമുക്ക് എല്ലാ അക്കൗണ്ടുകളെയും 5 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഈ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് പാക്കേജിനകത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനകത്ത് അക്കൗണ്ടുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനകത്ത് ക്രമീകരിക്കുന്നതിന് വേണ്ടി 5 ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുകയാണ്. ദേ ആർ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. ഇനി നമുക്ക് ഈ ഓരോ ഗ്രൂപ്പിനകത്തും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത് വരുന്നതാണ് ഫിക്സഡ് അസറ്റ്. ഒന്നാമത്തെ ഗ്രൂപ്പ് അസറ്റിനുള്ള ഗ്രൂപ്പാണ്. അസറ്റിനുള്ള ഗ്രൂപ്പിനകത്ത് വരുന്ന സബ് ഗ്രൂപ്പാണ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് എന്ന് നമുക്കറിയാം എന്താണ്? അസറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ദേ ആർ ഓൾസോ കോൾഡ് നോൺ കറണ്ട് അസറ്റ്സ്. ഇപ്പോൾ ഫിക്സഡ് അസറ്റിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ബിൽഡിങ്, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫേർണിച്ചർ ഇങ്ങനെയുള്ള സ്ഥിര ആസ്തികളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പാക്കേജിനകത്ത് ഫിക്സഡ് അസറ്റിനുള്ള കാറ്റഗറിയിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം? ബിൽഡിങ്, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫേർണിച്ചർ ഇങ്ങനെയുള്ള സ്ഥിര ആസ്തികളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. രണ്ടാമത് വരുന്നതാണ് അസറ്റിനകത്ത് വരുന്ന രണ്ടാമത്തെ ഗ്രൂപ്പാണ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അസറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, സേ ലെസ് ദാൻ 1 year. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് പ്രധാനമായിട്ടും ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇതിനകത്ത് ക്യാഷ്, ബാങ്ക് നമുക്കറിയാം, ഡെറ്റേഴ്സ് അറിയാം, സ്റ്റോക്ക് നമ്മൾ പഠിച്ചതാണ്. ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ഓർ ലോൺ ഗിവൺ ബൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഐദർ ടു ദെയർ എംപ്ലോയീസ് ഓർ അതേഴ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഏതെങ്കിലും രീതിയിലുള്ള ലോണുകളോ അഡ്വാൻസുകളോ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അടുത്ത് വരുന്ന ഗ്രൂപ്പാണ് ലയബിലിറ്റീസ്. അപ്പോൾ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അറിയാം, ലയബിലിറ്റീസ് മീൻസ് എന്താണ്? ബാധ്യത. ഈസ് ദ എമൗണ്ട് ബിസിനസ് ഓൾസ് ടു പേ ടു അതേഴ്സ്, ഔട്ട്സൈഡേഴ്സ് നമ്മൾ കൊടുക്കാനുള്ള തുകയാണ് നമ്മൾ ലയബിലിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നത്. ലയബിലിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ലോങ് ടേം ലയബിലിറ്റീസ് ആൻഡ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്. അപ്പോൾ ലോങ് ടേം ലയബിലിറ്റീസ് മീൻസ് ലയബിലിറ്റീസ് വിച്ച് ഹാവ് എ റീപേയ്മെൻറ്റ് പീരിയഡ് ഓഫ് മോർ ദാൻ 1 year. 1 വർഷത്തിൽ കൂടുതൽ തിരിച്ചടവ് കാലാവധിയുള്ള ബാധ്യതകളെയാണ് നമ്മൾ ലോങ് ടേം ലയബിലിറ്റീസ് എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ് പാക്കേജിനകത്ത് ഇത്തരം ലയബിലിറ്റീസിനെ അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസിനെ 2 വിഭാഗമായിട്ടാണ് കാണുന്നത്. ഒന്ന് സെക്യൂർഡ് ലോൺസ് ആൻഡ് അൺസെക്യൂർഡ് ലോൺസ്. സെക്യൂർഡ് ലോൺ മീൻസ് ദ ലോൺ വിച്ച് ഹാവ് എ സെക്യൂരിറ്റി ഓർ charge against the assets of the business.
Unsecured loan means it have no charge against assets of the business. അതുപോലെ തന്നെ ലയബിലിറ്റീസിനകത്ത് വരുന്ന രണ്ടാമത്തെ വിഭാഗമാണ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഓർ കറണ്ട് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് വിച്ച് ആർ റീപേയബിൾ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, സേ ലെസ് ദാൻ 1 year. ഇപ്പോൾ ഒരു വർഷത്തിൽ കുറഞ്ഞ കാലാവധിയുള്ള ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റീസിന് സാധാരണയായി പറയാറ്. അക്കൗണ്ടിങ് പാക്കേജിനകത്ത് ഈ ഷോർട്ട് ടേം ലയബിലിറ്റീസിനെ 2 വിഭാഗമായിട്ടാണ് കാണുന്നത്. ഒന്ന് ക്രെഡിറ്റേഴ്സ്, രണ്ടാമത് പ്രൊവിഷൻസ്. ക്രെഡിറ്റേഴ്സ് മീൻസ് ഇതാണ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഐദർ ഫോർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ അസറ്റ്സ്. സാധനങ്ങളോ അല്ലെങ്കിൽ ആസ്തികളോ നമ്മൾ കടമായി വാങ്ങിക്കുകയാണെങ്കിൽ ഇത്തരം ആളുകൾക്ക് നൽകാനുള്ള തുകയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടസാധ്യതകൾ കണക്കിലെടുത്ത് ഒരു എമൗണ്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്രൊവിഷൻ. ഇറ്റ് ഈസ് ദ എമൗണ്ട് സെറ്റ് അസൈഡ് ടു മെയിൻറ്റെയിൻ ദ ഒബ്ലിഗേഷൻസ് വിച്ച് മേ ബി ഇൻകേർഡ് ഇൻ ദ ഫ്യൂച്ചർ. അതിന് എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഭാവിയിൽ നമുക്ക് ടാക്സ് അടക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് പൈസ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി മാറ്റി വെക്കുന്നു. അതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇപ്പോൾ ഡെറ്റേഴ്സിന് ചില ആളുകൾ പൈസ തരാൻ സാധ്യത ഇല്ലാതെ കൊണ്ട് നഷ്ടം വരാൻ സാധ്യത വരുന്നത് കൊണ്ട് ആ നഷ്ടം നികത്താൻ വേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. മൂന്നാമത്തെ വിഭാഗമാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ This is the amount contributed by businessmen or owners to the business. ബിസിനസ്മാൻ അല്ലെങ്കിൽ ഉടമസ്ഥർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന തുകയെയാണ് നമ്മൾ ക്യാപിറ്റലായിട്ട് കണക്കാക്കുന്നത്. അക്കൗണ്ടിങ് പാക്കേജിനകത്ത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനകത്ത് 2 വിഭാഗമായിട്ടാണ് കാണുന്നത്. ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. നമ്മൾ കമ്പനിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന പേര് ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ അതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതുപോലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഗ്രൂപ്പിനകത്താണ് ഉൾപ്പെടുത്തേണ്ടത്. ഇനി ക്യാപിറ്റലിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ വെൻ ദ ബിസിനസ് ഏൺസ് പ്രോഫിറ്റ്, സം പാർട്ട് ഓഫ് പ്രോഫിറ്റ് മേ ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് ഫോർ ഫ്യൂച്ചർ പർപ്പസ്. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ലാഭത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ലാഭത്തിനെ നമ്മൾ റിസർവ്സ് അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന സബ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ്. ക്യാപിറ്റൽ റിസർവ് മീൻസ് റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ജനറൽ റിസർവ് മീൻസ് റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നോർമൽ പ്രോഫിറ്റ് ഓഫ് ബിസിനസ്, നോർമൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. ഈ പ്രോഫിറ്റ് നമ്മൾ സെപ്പറേറ്റ് റിസർവിലേക്ക് മാറ്റി വെക്കാതെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തന്നെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്. 4ാമത്തെ വിഭാഗമാണ് റവന്യൂ. 4ാമത്തെ ഗ്രൂപ്പാണ് റവന്യൂസ് പറയും. റവന്യൂ മീൻസ് ഇൻകം ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ വരുമാന മാർഗ്ഗങ്ങളെയാണ് നമ്മൾ റവന്യൂസിൽ ഉൾപ്പെടുത്തുന്നത്. ദ മെയിൻ റവന്യൂ ഓഫ് എവരി ബിസിനസ് ഈസ് സെയിൽസ്. സെയിൽസ് ആണ് ഇതിൽ വരുന്ന ഒരു. സെയിൽസ് അല്ലാതെ മറ്റു വരുന്ന എല്ലാ റവന്യൂവിനെയും നമ്മൾ അതർ ഇൻകംസ് എന്നുള്ള ഗ്രൂപ്പിലാണ് അക്കൗണ്ടിങ് പാക്കേജിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതർ ഇൻകംസ് എന്ന് പറയുമ്പോൾ ഇൻകംസ് അതർ ദാൻ സെയിൽസ്. സെയിൽസ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഇൻകത്തിനെയും അതർ ഇൻകം എന്ന് പറയും. അതിന് ഉദാഹരണം ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എക്സെട്ര. 5ാമത്തെ ഗ്രൂപ്പാണ് എക്സ്പെൻസസ്. ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ ചിലവുകളുമാണ് ഇതിനകത്ത് വരുന്നത്. എക്സ്പെൻസസ് മീൻസ് ദ എമൗണ്ട് ഇൻകേർഡ് ടു ഏൺ റവന്യൂ. നമ്മൾ വരുമാനം നേടുന്നതിന് വേണ്ടി ചിലവാക്കുന്ന തുകകളെയാണ് എക്സ്പെൻസായിട്ട് സാധാരണ കണക്കാക്കുന്നത്. ഇത്തരം എക്സ്പെൻസുകൾ നമ്മൾ സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിലും ആണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ്, സാലറി, വേജസ്, റെൻറ്റ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, അങ്ങനെയുള്ള എല്ലാ ചിലവുകളും ഇതിനകത്ത് ഉൾപ്പെടും. ഈ ഗ്രൂപ്പിനകത്താണ് നമ്മൾ കളിക്കേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് പാക്കേജ് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഇത്തരം ഐറ്റംസ് ഒക്കെ എക്സ്പെൻസ് എന്നുള്ള കാറ്റഗറി അല്ലെങ്കിൽ എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പിനകത്താണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്വാളിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. In some accounting packages or software, codes are used to identify each and every item of accounts. ചില അക്കൗണ്ടിങ് പാക്കേജുകളിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനകത്ത് അക്കൗണ്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അക്കൗണ്ടുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് യുണീക്ക് കോഡ്, ഒരു പ്രത്യേക കോഡുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്.
അങ്ങനെ ദാറ്റ് പ്രോസസ് ഓഫ് ഗിവിംഗ് യൂണിക് കോഡ്സ് ടു അക്കൗണ്ട്സ് ഇൻ എ ഹൈറാർക്കിക്കൽ ഓർഡർ ഈസ് കോൾഡ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ അക്കൗണ്ടുകൾക്ക് ഒരു പ്രത്യേക രീതിയിൽ കോഡുകൾ അനുവദിക്കുന്ന രീതിയെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത്തരം സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ കോഡുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഡാറ്റ എൻട്രി ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ കോഡുകളാണ് അവിടെ ഉപയോഗിക്കുക. There are different methods for codification. Methods of codification means the assignment of codes to various account heads should lead to their grouping of accounts at various levels so as to generate profit loss account and balance sheet. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ അക്കൗണ്ടുകൾക്ക് പ്രത്യേക ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഗ്രൂപ്പുകൾക്ക് പ്രത്യേക കോഡുകൾ കൊടുക്കുന്ന രീതി, അതിന് വേരിയസ് മെത്തേഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ആ മെത്തേഡുകൾ ആണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് കോഡിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടുകൾക്ക് കോഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അക്കൗണ്ടുകൾക്ക് കോഡ് കൊടുക്കാൻ ചിലപ്പോൾ നമ്പേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആൽഫബെറ്റ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്പേഴ്സും ആൽഫബെറ്റ്സും ഒന്നിച്ച് ഉപയോഗിക്കാം. അങ്ങനെ പല രീതികളിൽ, അതായത് നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക രീതി ഉണ്ടായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കോഡ്സ്. അപ്പം പല രീതിയിലുള്ള കോഡുകൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലെ കോഡുകൾ നൽകുന്ന പല രീതികളുണ്ട്. അതിൽ ഒന്നാമത്തെ രീതിയാണ് സീക്വൻഷ്യൽ കോഡ്. ഇൻ ദിസ് കോഡ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് കോഡ്സ് ഇൻ എ കോൺസിക്യൂട്ടീവ് ഓർഡർ. ഇവിടെ ഈ രീതിയിനകത്ത് നമ്പറുകളും അതുപോലെ ലെറ്റേഴ്സും എന്ത് ചെയ്യുക, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതി, തുടർച്ചയായിട്ട് വരുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സീക്വൻഷ്യൽ കോഡുകൾ. അപ്പോൾ നമ്മളിപ്പം സ്കൂളിലൊക്കെ നമുക്ക് റോൾ നമ്പർ അല്ല 1, 2, 3, 4 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. അങ്ങനെയുള്ള നമ്പറുകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഡുകളെ നമ്മൾ എന്ത് ചെയ്യുക, സീക്വൻഷ്യൽ കോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എംപ്ലോയി കോഡ് ആൻഡ് നെയിം. അപ്പോൾ ഒന്നാമത്തെ എംപ്ലോയിക്ക് E001 അജയൻ കൊടുത്തിരിക്കുന്നത്, E002, E003. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയി പോകും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആൽഫബെറ്റ്സ് ഉപയോഗിക്കുന്നു, പക്ഷേ അവസാനം വരുന്ന നമ്പേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാം 1, 2, 3 കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കോഡുകളെയാണ് നമ്മൾ സീക്വൻഷ്യൽ കോഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പാണ് ബ്ലോക്ക് കോഡ്. ഇൻ ദിസ് കോഡ് എ റേഞ്ച് ഓഫ് നമ്പർ ഈസ് അസൈൻഡ് ടു എ പർട്ടിക്കുലർ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ സ്ഥാപനത്തിനകത്ത് പല ടൈപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ടൈപ്പിനും എന്ത് ചെയ്യുന്നു, ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് കോഡ് കൊടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. പെൻസിൽ 101 മുതൽ 200 വരെയാണ് അതിൻ്റെ കോഡ്. അപ്പോൾ ദർ മേ ബി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിൽ ഓർ ഡിഫറെൻറ്റ് കമ്പനീസ് ഓഫ് പെൻസിൽ. അല്ല, പല കമ്പനികളുടെ പെൻസിൽ ഉണ്ടാവും, പല ടൈപ്പ് പെൻസിൽ ഉണ്ടാവും. അപ്പോൾ അത് ഏതാണ് നമ്മൾ രീതി ഉപയോഗിക്കുന്നത് അതനുസരിച്ച് അധികം 101 മുതൽ 200 വരെയുള്ള നമ്പേഴ്സ് അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെ 201 മുതൽ 300 വരെയുള്ള നമ്പേഴ്സ് പെൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ പെൻസിലും ഡിഫറെൻറ്റ് ടൈപ്സ് പെൻസ് വരും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് പെൻസിൽസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ് വരാം. അപ്പോൾ അതേത് നമ്മൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ആ നമ്പേഴ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓരോ കമ്പനിക്കോ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് പെന്നിനും ഡിഫറെൻറ്റ് നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ നോട്ട് ബുക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട് ബുക്സ് ഉണ്ടാവും, അല്ലേ. ലൈൻഡ് റൂൾഡ് ഉണ്ടാവും, അൺറൂൾഡ് ഉണ്ടാവും. അതുപോലെ അതിൻ്റെ സൈസ്, അതിൻ്റെ പേജസ്, ഇതൊക്കെ വ്യത്യാസം വരുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട് ബുക്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ നോട്ട് ബുക്കിനും നമ്മൾ ഓരോ ടൈപ്പിനും എന്ത് ചെയ്യുന്നു, ഓരോ നമ്പർ കൊടുക്കും. അതിനുവേണ്ടി 301 മുതൽ 400 വരെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ്, അല്ലെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കോഡ് ഈസ് കോൾഡ് ബ്ലോക്ക് കോഡ്സ്. അടുത്ത വിഭാഗമാണ് ന്യൂമോണിക് കോഡ്സ്. ന്യൂമോണിക് കോഡ്സ് ഇൻ ദിസ് കേസ് ആൽഫബെറ്റ്സ് ഓർ സിംബൽസ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എ പർട്ടിക്കുലർ ഐറ്റം. ഒരു പ്രത്യേക ഐറ്റത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ആൽഫബെറ്റ്സോ അല്ലെങ്കിൽ സിംബൽസോ ഉപയോഗിക്കാം. അപ്പോൾ അതിനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്ലേസ്, കണ്ണൂർ എന്നുള്ള പ്ലേസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി KN എന്നുള്ള ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്തിന് TVM എന്ന് ഉപയോഗിക്കുന്നു, ആലപ്പുഴക്ക് ALP എന്ന് ഉപയോഗിക്കുന്നു. നമുക്ക് ഈ ഇത്തരം ന്യൂമോണിക് കോഡ്സ് പ്രധാനമായിട്ട് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂമോണിക് കോഡാണ് ഉപയോഗിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിവാൻഡ്രം എന്നുള്ള സ്ഥലത്തെ റെപ്രസെൻറ്റ് ചെയ്ത് TVC ആണ്. അതുപോലെ കാനൻ എന്ന് പറഞ്ഞാൽ CAN. അങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഓരോ സ്ഥലത്തെ ഓരോ റെയിൽവേ സ്റ്റേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി
ന്യൂമോണിക് കോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Next we are going to discuss about methodology to develop coding structure. നമ്മൾ കോഡിംഗ് സ്ട്രക്ചർ, നമ്മൾ കോഡിംഗ് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കണം അല്ലേ. അപ്പോൾ കോഡിംഗ് സിസ്റ്റം ഷുഡ് ബി പ്ലാൻഡ് ബൈ കൺസിഡറിങ് ദ നേച്ചർ ഓഫ് ഇൻഫർമേഷൻ ടു ബി പ്രസൻറ്റഡ് ത്രൂ ദ കോഡ്സ്. ഇറ്റ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ടു അക്കോമഡേറ്റ് ദ ഫ്യൂച്ചർ ചേഞ്ചസ്. അപ്പോൾ ഒരു കോഡിംഗ് സിസ്റ്റം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ടു അക്കോമഡേറ്റ് ദ ഫ്യൂച്ചർ ചേഞ്ചസ്. ഭാവിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം, അത് കൂടി ഉൾപ്പെടുത്താനുള്ള സംവിധാനം കൂടി എന്തായിരിക്കണം കോഡിംഗ് സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കണം എന്ന് പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഗിവൺ എ കോഡ്. ഇപ്പോൾ എൻ്റെ സ്കൂൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ സ്കൂളിൻ്റെ കോഡിന് 130-14. അപ്പോൾ അതിൽ 130-14 13 എന്നുള്ളത് കണ്ണൂർ ജില്ലയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോഡാണ്. 014 ആണ് എൻ്റെ സ്കൂളിൻ്റെ കോഡ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ണൂർ ജില്ലയിൽ 14ാമത്തെ സ്കൂളാണ് എൻ്റെ സ്കൂൾ. അപ്പോൾ ഇതുപോലെ എല്ലാ സ്കൂളുകൾക്കും ഓരോ കോഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുക 14 എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ കൂടെ ലെഫ്റ്റ് സൈഡിൽ 0 കൂടി അവിടെ കൊടുത്തിരിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 99 കഴിഞ്ഞാൽ 100 വരുമ്പോൾ അവിടെ 3 ഡിജിറ്റ്സ് വരും. അപ്പോൾ അങ്ങനെ 3 ഡിജിറ്റ്സ് വരുന്നത് കൊണ്ടാണ് ചിലപ്പോൾ 100-ലധികം സ്കൂളുകൾ ഉണ്ടായിരിക്കാം ചില ജില്ലകളിൽ. അപ്പോൾ അങ്ങനെ ആ ജില്ലകളിൽ ആ സ്കൂളുകളിൽ കൂടി ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് 0 എന്നുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ എന്താണ് ഫ്ലെക്സിബിൾ ആയിരിക്കണം ടു അക്കോമഡേറ്റ് ഫ്യൂച്ചർ ചേഞ്ചസ്. അപ്പോൾ ഭാവിയിൽ സ്കൂളുകൾ അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് കൂടി നമ്പർ കൊടുക്കാനുള്ള ഒരു സൗകര്യം അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ 999 സ്കൂളുകൾ വരെ കൊടുക്കാം അല്ലേ, 13,999 വരെ കൊടുക്കാം. അത്രയും സ്കൂളുകൾ ഒരു ജില്ലയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള ഒരു പ്രൊവിഷൻ അവിടെ കൊടുത്തിരിക്കുകയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. രജിസ്റ്റർ നമ്പർ ഫോർ സ്റ്റുഡൻറ്റ് മേ ബി ഗിവൺ ആസ് ഫോളോസ്. നമ്മളിവിടെ ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് രജിസ്റ്റർ നമ്പർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഈ രീതി ഉപയോഗിച്ച് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി രജിസ്റ്റർ നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പരിഗണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 സ്കൂൾ കോഡ്, 2 കോഴ്സ്, 3 ക്ലാസ്, 4 ഇയർ, 5 സെക്കൻഡ് ലാംഗ്വേജ്, റോൾ നമ്പർ. ഇവിടെ നമ്മൾ സ്കൂൾ കോഡ് നമുക്കറിയാം, എൻ്റെ സ്കൂളിൻ്റെ കോഡ് പറഞ്ഞാൽ 130-14 കോഴ്സ് കോഡ് 36. കോഴ്സ് കോഡ് നമുക്കറിയാം കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി കോഴ്സുകൾക്കും ഓരോ കോഡുകൾ സർക്കാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലാസ് ഇപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റ് മതി, കാരണം നമുക്ക് ഒരു സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ 3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 3 ഗ്രൂപ്പ് ഒന്നാമത്തെ സയൻസ് ആണെങ്കിൽ 1 കൊടുക്കുക, കൊമേഴ്സ് ആണെങ്കിൽ 2 കൊടുക്കാം, ഹ്യൂമാനിറ്റീസ് 3 അല്ലെ. അതിവിടെ കൊമേഴ്സിന് 3 കൊടുത്തിട്ടുള്ളത്. അതാണ് ഇയർ, ഫസ്റ്റ് ഇയർ ആണ് 1, സെക്കൻഡ് ഇയർ ആണ് 2. അപ്പോൾ അവിടെ ഒരു ഡിജിറ്റ് മതി. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പിന്നെ മലയാളമാണെങ്കിൽ 1 കൊടുക്കാം, ഹിന്ദി 2, അറബി 3, ഉറുദു 4 അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിരിക്കുകയാണ്. റോൾ നമ്പർ 34. റോൾ നമ്പർ നമ്മൾ 2 ഡിജിറ്റ് കൊടുത്തിരിക്കുകയാണ്, കാരണം നമ്മുടെ 60-65 കുട്ടികൾ നമ്മുടെ ഒരു ക്ലാസ്സിനകത്ത് വരുന്നവർ അവിടെ 2 ഡിജിറ്റ്സ് ആവശ്യമായി വരും. അപ്പോൾ ഇത് നമ്മൾ കോഡ് രജിസ്റ്റർ നമ്പറായിട്ട് കണക്കാക്കുമ്പോൾ 130-14, 36, 32, 134 അതാണ് ഈ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും രജിസ്റ്റർ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ രജിസ്റ്റർ നമ്പർ നമുക്ക് കോഡിഫിക്കേഷനിലൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മെത്തഡോളജി ടു ഡെവലപ്പ് കോഡിംഗ് സ്ട്രക്ചർ. നമ്മളൊരു കോഡിംഗ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഭാവിയിൽ വരുന്ന ചേഞ്ചസ് കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അതുകൂടി ഉൾപ്പെടാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം കോഡിംഗ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.